വാർത്തകൾ തുടരുന്നു. കോട്ടയം ഏറ്റുമാനൂരിലെ അമ്മയുടെയും പെൺമക്കളുടെയും ആത്മഹത്യക്ക് കാരണം ഭർത്താവ് നോബിയുടെ പ്രകോപനമെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഷൈനി മരിക്കുന്നതിന് തലേന്ന് നോബി ഫോണിൽ വിളിച്ച് വിവാഹമോചന കേസിൽ സഹകരിക്കില്ലെന്ന് നോബി പറഞ്ഞു. കുട്ടികളുടെ ചെലവിനുള്ള പണം തരില്ലെന്നും അറിയിച്ചു. ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് കരുതുന്നത്. അതിനിടെ ഷൈനിയും മക്കളായ അലീനയും ഇവനായും റെയിൽവേ ട്രാക്കിലേക്ക് പോകുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. ഏറ്റുമാനൂരിൽ മക്കളോടൊപ്പം ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത ഷൈനിയെ ഭർത്താവ് മർദ്ദിച്ചിരുന്നുവെന്ന് പിതാവ്. മാസങ്ങൾക്ക് മുൻപ് ബന്ധുക്കളുടെ മുന്നിൽ വെച്ചാണ് നോബി ഉപദ്രവിച്ചത്. അന്ന് വൈകിട്ടാണ് മക്കളെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്നത്. നോബിക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നുവെന്നും ഷൈനിയുടെ പിതാവ് കുര്യാക്കോസ് പറഞ്ഞു. 9 മാസങ്ങൾക്ക് മുമ്പ് അതായത് 2024 ജൂൺ 9 രാവിലെ മുതൽ വൈകുന്നേരം വരെ എൻ്റെ മകളെ അവിടെ വീട്ടിലിട്ട് ചവിട്ടി കൂട്ടി അടിച്ചിട്ട് ഞാനൊരു വണ്ടിയും പിടിച്ച് അവിടെ ചെന്ന് രാത്രി 12:30 മണിക്ക് ആ ചുങ്കംപള്ളിയുടെ പുറയിലെ എൻ്റെ മകളുടെ ഭർത്താവിൻ്റെ അനിയൻ്റെ വീടിൻ്റെ വാതക്കേന്ന് ഒരു കുഞ്ഞിനെയും എൻ്റെ മകളെയും കൂടെ ഞാൻ കൂട്ടിക്കൊണ്ട് പോരുക. അവിടുന്ന് നേരെ ഞാൻ പോയത് തൊടുപുഴ വനിതാ സെല്ലില. അവിടെയുണ്ട് പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി അവിടുത്തെ ലേഡി ഡോക്ടർ നിങ്ങൾ തിരക്കിയാണ്. അവിടുത്തെ ലേഡി ഡോക്ടർ മെയിനുള്ള പുള്ളിക്കാരത്തി എന്നെ പുറത്ത് നിർത്തിയിട്ട് അവിടെ വസ്ത്രങ്ങളെല്ലാം മാറ്റിയിട്ട് അവിടെ പരിശോധിച്ചിട്ട് പുള്ളിക്കാരത്തി ഇറങ്ങി വന്ന് എന്നോട് പറഞ്ഞു, ഇത് ഇൻറ്റിമേഷൻ കൊടുക്കേണ്ട കേസാണെന്ന് പറഞ്ഞു. ആ ഇൻറ്റിമേഷൻ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് തൊട്ട് താഴെ നടന്നു ചെല്ലാനേ ഉള്ളൂ. അവിടെ ചെന്ന ഇൻറ്റിമേഷൻ 15 ദിവസം ആരുടെയോ സമ്മർദ്ദത്താൽ താമസിപ്പിച്ചു. ഞാൻ ഇവിടെ ചെല്ലുമ്പോൾ പറയും അങ്ങോട്ട് വിട്ടെന്ന് പറയും. തൊടുപുഴ ചെന്ന് ചോദിക്കുമ്പം കിട്ടിയില്ലെന്ന് പറയും. അങ്ങനെ 15 ദിവസം താമസിച്ചാണ് ആ FIR ഉണ്ടാകുന്നത് തന്നെ. ജോസി ബാബു വിശദാംശങ്ങൾ നൽകും. ജോസി, ഈ അമ്മയ്ക്കും മക്കൾക്കും കാര്യമായ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു കൂട്ടാത്മഹത്യക്കുള്ള പ്രകോപനം എന്താണ് എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഇപ്പോൾ നോബിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് എന്തെല്ലാം വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്? കുടുംബം എന്താണ് പറയുന്നത്? PC അതിക്രൂരമായ മാനസികവും ശാരീരികവുമായ പീഡനമാണ് ഷൈനി നേരിട്ടതെന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. അത് സാധൂകരിക്കുന്നതാണ് ഷൈനിയുടെ പിതാവിന്റെ പ്രതികരണം. വിവിധ സമയങ്ങളിൽ ഭർത്താവ് നോബിയിൽ നിന്നും വലിയ ശാരീരിക പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു. വിവാഹ മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിൽ സഹകരിച്ചില്ല. കുട്ടികളുടെ കാര്യങ്ങളിൽ പണത്തിന് ചിലവ് നൽകിയില്ല. അതോടൊപ്പം ബന്ധുക്കളുടെ മുന്നിൽ വെച്ച് പോലും ഭാര്യയായ ഷൈനിയെ ക്രൂരമായി ഉപദ്രവിച്ചു എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് പിതാവ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൂടെ നൽകുന്നത്. അതിനിടെയാണ് നോബിയെ ചോദ്യം ചെയ്തതിനുള്ള വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. നോബി മദ്യലഹരിയിൽ ഈ സംഭവത്തിന്റെ തലേ ദിവസം ഈ ഷൈനിയുമായി സംസാരിച്ചിരുന്നു. വാട്സാപ്പ് വഴിയും അതോടൊപ്പം തന്നെ ഫോൺ വഴിയും സംസാരിച്ചിരുന്നു. ഈ കേസുമായി സഹകരിക്കില്ലെന്നും അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് പണത്തിന് ചെലവ് നൽകില്ലെന്നും ജോലി ലഭിക്കില്ല എന്നും അടക്കം വളരെ നിരാശപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളായിരുന്നു ഈ നോബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതിൽ മനംനൊന്നാണ് ഷൈനി ജീവനൊടുക്കാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ ജീവനൊടുക്കിയതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 28-ാം തീയതി പുലർച്ചെ 4:43 ഷൈനി മക്കളെയും കൂട്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി റെയിൽവേ ട്രാക്കിന് സമീപത്തേക്ക് നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം നോബിയെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്ത് അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ നോബി റിമാൻഡിലാണ്. ആവശ്യമെങ്കിൽ തുടർ കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത് നോബിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നടപടിയും പോലീസ് ആലോചിക്കുന്നുണ്ട്. അതിനിടെയാണ് പിതാവ് മറ്റൊരു ആരോപണം ഉയർത്തുന്നത്. നേരത്തെ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുക്കാൻ വൈകി എന്നുള്ളൊരു ആരോപണവും ഈ ഷൈനിയുടെ പിതാവ് കുര്യാക്കോസ് ഉന്നയിക്കുന്നുണ്ട്.